നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പ് സൈക്കിളിന് റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ആഞ്ചലോട്ടിക്ക് കൃത്യമായ വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് CBF. അതിനിടയ്ക്ക് 2028 വരുന്ന കോപ്പ അമേരിക്ക ആണെങ്കിലും അതിനുശേഷമുള്ള വേൾഡ് കപ്പ് ആണെങ്കിലും വേൾഡ് കപ്പ് ക്വാളിഫയർ ആണെങ്കിലും ഒക്കെ ബ്രസീലായിരിക്കണം. ഇപ്പോൾ ഇതുവരെയുള്ള കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ, അതിനുള്ള സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്ലെയിം ഗെയിമാണ്. ഇനി അതല്ല, 4 വർഷത്തെ സൈക്കിൾ അങ്ങ് കയ്യിൽ തരികയാണ്. ആഞ്ചലോട്ടി റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ. ആഞ്ചലോട്ടി ടീമിൽ വലിയ അഴിച്ചുപണിക്ക് മുതിരുന്നു. അങ്ങനെ ഒരു ഫ്രഷ് ബ്ലഡ് ടീമിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അതനുസരിച്ച് അദ്ദേഹം ടീമിലേക്ക് പരിഗണിക്കുന്ന താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ബ്രസീലിൻ്റെ 2030 ടാലൻറ്റ് പൂൾ എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഈ താരങ്ങളെയായിരിക്കും കോച്ച് ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റു താരങ്ങളെ ട്രാക്ക് ചെയ്യില്ല എന്നല്ല, കൂടുതൽ ശ്രദ്ധയൂന്നാൻ സാധ്യതയുള്ള താരങ്ങളാണിവർ. 2030 ജൂൺ 1 വേൾഡ് കപ്പിൻ്റെ ആ ഒരു മാസം ഈ താരങ്ങൾക്ക് എത്ര പ്രായമാകും എന്നുകൂടി നോക്കി നിലവിൽ അവർ കളിക്കുന്ന ക്ലബ്ബൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ലിസ്റ്റിലേക്കൊന്ന് പോകാം. എൻറിക്ക് 23 വയസ്സായിരിക്കും അദ്ദേഹത്തിന് അപ്പം ഉണ്ടാവുക. ഇപ്പോൾ 19 വയസ്സാണ്. റയൽ മാഡ്രിഡിലാണ് ആളുള്ളത്. സ്ട്രൈക്കറാണ് എൻറിക്ക്. തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിനുള്ള സ്കീമിലുള്ള പ്ലെയറാണ്. വിനി ജൂനിയർ ആ വേൾഡ് കപ്പിനെത്തുമ്പോൾ 29 വയസ്സായിരിക്കും. ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന താരം റയൽ മാഡ്രിഡിനാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എസ്റ്റവായോ ആ വേൾഡ് കപ്പിന് അദ്ദേഹത്തിന് 23 വയസ്സേ ഉണ്ടാവുകയുള്ളൂ. റൈറ്റ് വിങ്ങറാണ്, ചെൽസിയുടെ പ്ലെയറാണിപ്പോൾ. ബ്രൂണോ ഗുയ്മേറസ് വേൾഡ് കപ്പിനെത്തുമ്പോൾ 32 വയസ്സായിരിക്കും ഉണ്ടാവുക. സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ന്യൂകാസിൽ യുണൈറ്റഡിൽ കളിക്കുന്ന താരത്തിനായിട്ട് ഇപ്പോൾ ആഴ്സണൽ രംഗത്തുണ്ട്. ആഞ്ചലോട്ടിയുടെ സ്കീമിൽ വലിയ പ്രാധാന്യമുള്ള കളിക്കാരനാണ്. ആൻഡ്രി സാൻഡോസ് 26 വയസ്സാണ്. സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ചെൽസിക്കായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ലൂക്കാസ് ബെറാൽഡോ 26 വയസ്സാണ്. CB ആയിട്ടും DM ആയിട്ടും കളിക്കാൻ പറ്റും. PSG കളിക്കാരനാണ്. കൈക്കി ബ്രൂണോ ആ ഒരു വേൾഡ് കപ്പിനെത്തുമ്പോൾ 27 വയസ്സായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. ലെഫ്റ്റ് ബാക്കിൽ ബ്രസീലിന് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന കളിക്കാരനാണ്. കോമോയുടെ പ്ലെയറാണ്. ഗാബ്രിയേൽ മെഗല്ലസ് 32 ആയിരിക്കും അദ്ദേഹത്തിന് ആ വേൾഡ് കപ്പിലെ പ്രായം. CB ആണ്. ആഴ്സണലിൻ്റെ പ്ലെയറാണ്. മുഴീല്ലോ ആ വേൾഡ് കപ്പിലെത്തുമ്പോൾ 27 വയസ്സായിരിക്കും. CB ആണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലെയറാണ്. യെദർ മിലീറ്റാവോ വേൾഡ് കപ്പിലെത്തുമ്പോൾ 32 വയസ്സായിരിക്കും. മെയിൻലി സെൻറ്റർ ബാക്കാണ്, വേണമെങ്കിൽ റൈറ്റ് ബാക്കായിട്ടും കളിപ്പിക്കാം. റയൽ മാഡ്രിഡിൻ്റെ പ്ലെയറാണ്. ലൂയിസ് ജൂനിയർ 29 വയസ്സായിരിക്കും ആ വേൾഡ് കപ്പിലെത്തുമ്പോൾ ഉണ്ടാവുക. ഗോൾ കീപ്പറാണ്. VRLൻ്റെ പ്ലെയറാണ്. ഇനി മാത്യസ് കുഞ്ഞ വേൾഡ് കപ്പിനെത്തുമ്പോൾ 31 വയസ്സായിരിക്കും. സ്ട്രൈക്കറാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാണ് കളിക്കുന്നത്. റോഡ്രിഗോ ആ വേൾഡ് കപ്പിനെത്തുമ്പോൾ 29 വയസ്സായിരിക്കും. ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും കളിക്കാം. റയൽ മാഡ്രിഡിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റയാൻ 23 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രായം. റൈറ്റ് വിങ്ങറാണ്. സ്ട്രൈക്കറായിട്ടും കളിക്കാം. ബേൺമൗത്തിൻ്റെ പ്ലെയറാണ് ഇപ്പോൾ. പിന്നെ ബ്രെനോ ബൈഡൻ 25 വയസ്സായിരിക്കും ആ വേൾഡ് കപ്പിനെത്തുമ്പോൾ ഉണ്ടാവുക. സെൻട്രൽ മിഡ്ഫീൽഡറാണ്. കൊറിന്ത്യൻസിൻ്റെ പ്ലെയറാണ്. എഡേഴ്സൺ 30 വയസ്സായിരിക്കും ആ വേൾഡ് കപ്പിനാകുമ്പോൾ ഉണ്ടാവുക. സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ഇടയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ശ്രമം നടന്നില്ല. അദ്ദേഹം അറ്റ്ലാന്റയിൽ തന്നെ തുടരുകയാണ്. ഗ്യൂബ 30 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിനാകുമ്പോൾ ഉണ്ടാവുക. ലെഫ്റ്റ് ബാക്കായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കാൻ പറ്റും. ബാഹിയുടെ പ്ലെയറാണ്. ബ്രമർ 33 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹത്തിന് ഉണ്ടാവുക. സെൻട്രൽ ബാക്കാണ്. യുവൻറ്റസിൻ്റെ പ്ലെയറാണ്. വിക്ടർ റീസ് 24 വയസ്സാണ്. സെൻട്രൽ ബാക്കായിട്ടും RB ആയിട്ടും കളിക്കാൻ പറ്റും. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയറാണ്. ജാവോ പെഡ്രോ അടുത്ത വേൾഡ് കപ്പിനെത്തുമ്പോൾ 28 വയസ്സ്. സ്ട്രൈക്കറാണ്. ചെൽസിയുടെ മുന്നേറ്റത്തിലെ പ്രധാന താരമാണ്. ഇഗോർ തിയാഗോ അടുത്ത വേൾഡ് കപ്പിലെത്തുമ്പോൾ 29 വയസ്സായിരിക്കും. സ്ട്രൈക്കറാണ്. ബ്രെൻഫോർഡിൻ്റെ പ്ലെയറാണ്. ഗബ്രിയൽ മാർട്ടിനെല്ലി അടുത്ത വേൾഡ് കപ്പിന് 29 വയസ്സായിരിക്കും. ലെഫ്റ്റ് വിങ്ങറാണ്. ആഴ്സണലിൻ്റെ പ്ലെയറാണ്. ഗാബ്രിയൽ മോസ്കാഡോ 24 വയസ്സായിരിക്കും. DM ആണ്. PSG പ്ലെയറാണ്. ജാവോ ഗോമസ് 29 വയസ്സായിരിക്കും. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും DM ആയിട്ടും കളിക്കാം. വോൾസിൻ്റെ പ്ലെയറാണ്. ലൂയിസ് എൻറിക്കെ 29 വയസ്സായിരിക്കും. റൈറ്റ് വിങ്ങറാണ്. സെനിത്തിൻ്റെ പ്ലെയറാണ്. അലക്സാൻഡ്രോ റിബൈറോ അടുത്ത വേൾഡ് കപ്പിനെത്തുമ്പോൾ 30 വയസ്സായിരിക്കും. CBO LBO ആയിട്ട് കളിക്കാം. ലില്ലിയുടെ പ്ലെയറാണ്. കായോ ഹെൻറിക്കെ അടുത്ത വേൾഡ് കപ്പിന് 32 വയസ്സായിരിക്കും. LB ആണ്. മൊണോക്കോയുടെ പ്ലെയറാണ്. മാർക്കിഞ്ഞോസ് അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല, പക്ഷേ അദ്ദേഹത്തെ അടുത്ത സൈക്കിളിൻ്റെ തുടക്കത്തിൽ എന്തായാലും ടീമിൽ നിലനിർത്തും. 36 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ ഉണ്ടാവുക. CB ആണ്. PSG പ്ലെയറാണ്.
വെസ്ലി ഫ്രൻസ 26 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന്. RB ആണ്, റോമയുടെ പ്ലെയറാണ്. ഇഗോർ ഹീസസ് 29 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന്. സ്ട്രൈക്കറാണ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലെയറാണ്. എഡ്വാർഡോ കോൺസിസാവോ 22 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന്. പാൽമിറാസിൻ്റെ പ്ലെയറാണ്. വിങ്ങറായിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. ഗബ്രിയൽ സാറ 31 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന്. CM ആണ്, ഗൽസറായിട്ട് പ്ലെയറാണ്. ആൻഡ്രെ 28 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന്. DMഉം CMഉം ആയിട്ട് കളിക്കും, വോൾസിൻ്റെ പ്ലെയറാണ്. ലൂക്കാസ് പക്വേറ്റ 32 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന്. CM ആണ്, ഫ്ലെമിംഗോയുടെ പ്ലെയറാണ്. കാർലോസ് അഗസ്റ്റോ അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ 31 വയസ്സായിരിക്കും. LBയും CBയും ആയിട്ട് കളിക്കും, ഇന്റർ മിലാൻ്റെ പ്ലെയറാണ്. റോജർ ഇബാനസ് 31 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ. CB ആണ്, അൽ അഹ്ലിയുടെ പ്ലെയറാണ്. വേണമെങ്കിൽ RB ആയിട്ടും കളിക്കാം. ഗൂഗ അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ 31 വയസ്സായിരിക്കും. RB ആണ്, ഫ്ലുമിനൻസിൻ്റെ പ്ലെയറാണ്. ഹ്യൂഗോ സൗസ 31 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ. GK ആണ്, കൊറിന്ത്യൻസിൻ്റെ പ്ലെയറാണ്. ബെൻഡോ 31 വയസ്സാണ്, GK ആണ്, അൽ നസറിൻ്റെ പ്ലെയറാണ്. 31 വയസ്സായിരിക്കും. ഈ പറയുന്ന വയസ്സൊക്കെ അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ അവരുടെ പ്രായമാണ്. വിക്ടർ റോക്ക് അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ 25 വയസ്സായിരിക്കും. പാൽമിറാസിൻ്റെ സ്ട്രൈക്കറാണ്. ഡേവിഡ് നെറസ് അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ 33 വയസ്സായിരിക്കും. റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കാം, നാപ്പോളിയുടെ പ്ലെയറാണ്. സാവിഞ്ഞോ 26 വയസ്സായിരിക്കും. റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കാം. ആള് മാഞ്ചസ്റ്റർ സിറ്റിയിലാണ്. ട്രാൻസ്ഫർ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻ്റണി 30 വയസ്സാണ്. 30 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന്. റൈറ്റ് വിങ്ങർ ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ബെറ്റീസിലേക്ക് പോയത് നമ്മൾ കണ്ടല്ലോ. പിന്നെ വിക്ടറാണ്, 26 വയസ്സായിരിക്കും. GK ആണ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലെയറായിട്ടും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 44 പ്ലെയേഴ്സ് ഉണ്ട്. 4 ഗോൾ കീപ്പർമാർ, 15 ഡിഫൻഡർമാർ, 10 മിഡ്ഫീൽഡേഴ്സ്, 15 അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രസീലിനെ പോലെ ഒരു ടീമിന് ആവശ്യത്തിനുള്ള ടാലൻറ്റ് പൂളുണ്ട്. ഇതിൽ നിന്ന് മികച്ചൊരു ടീമിനെ ആഞ്ചലോട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാം. മറ്റ് താരങ്ങളുടെ അവൈലബിലിറ്റിയും നോക്കാം. സോ ആഞ്ചലോട്ടി പണി തുടങ്ങിയെന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.